സ്ത്രീകൾക്കനുകൂല നിലപാടിൽ ജി സുകുമാരൻ നായർക്കെതിരെ ഇന്നും പ്രതിഷേധം. കൊടുമണ്ണിലും തിരുവല്ലയിലും മങ്കൊമ്പിലും ബാനറുകൾ. നെയ്യാറ്റിൻകരയിൽ കോലം കത്തിച്ചു. സുകുമാരൻ നായർക്ക് പിന്തുണയുമായി ഗണേഷ് കുമാർ. NSSനെ നശിപ്പിക്കാനുള്ള ആസൂത്രണം പത്തനംതിട്ടയിൽ നിന്ന്. കാശ് മുടക്കിയാൽ ആർക്കും ഫ്ലക്സ് അടിക്കാമെന്നും പരിഹാസം. പിണക്കം മറന്ന മുഖ്യമന്ത്രിയും ഗവർണറും. മുൻധാരണ പ്രകാരം ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കിയ രാജ്ഭവനിലെ പരിപാടിയിലെത്തി മുഖ്യമന്ത്രി. രാജ്ഭവന്റെ മാസികയായ രാജഹംസം പ്രകാശനം ചെയ്തു. മാസികയിലെ ലേഖനത്തിൽ വിയോജിപ്പറിയിച്ച് മുഖ്യമന്ത്രി. സന്നിധാനത്തെ ദ്വാരപാലക പീഠം കാണാതായതിൽ ട്വിസ്റ്റ്. സ്വർണ്ണപീഠം കാണാനില്ലെന്ന് പരാതി നൽകിയ സ്പോൺസറുടെ ബന്ധു വീട്ടിൽ കണ്ടെത്തി. ആദ്യം സൂക്ഷിച്ചത് ജോലിക്കാരന്റെ വീട്ടിലെന്നും സ്ഥിരീകരണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയിൽ ദുരൂഹതയെന്ന് വിജിലൻസ്. ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും, ഒരു സംശയവും വേണ്ട. രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയ BJP നേതാവിനെതിരെ കൂടുതൽ പരാതികൾ. പോലീസിൽ പരാതി നൽകിയ ആലപ്പുഴ DCC ജനറൽ സെക്രട്ടറി ബിപിൻ മാമനും KSU നേതാവ് ഗോകുൽ ഗുരുവായൂരും. പ്രിന്റു മഹാദേവന്റെ വിവാദ പരാമർശം News 18 സ്പെഷ്യൽ ഡിബേറ്റിനിടെ.